പിതാവ് സനു മോഹൻ്റെ ശിക്ഷാവിധി ഉടൻ തന്നെ ഉണ്ടാകും. എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് കേസിൽ ശിക്ഷ വിധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി ഉണ്ടാകും. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപൂർവമായിട്ടുള്ള കേസായിട്ട് ഇതിനെ പരിഗണിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അപൂർവമായിട്ടുള്ള കേസല്ല, അങ്ങനെ ആ നിലയ്ക്ക് കാണരുത് എന്നുള്ളൊരാവശ്യമാണ് ഇപ്പോൾ പ്രതിഭാഗത്തിൻ്റെയും വാദം. തൻ്റെ പ്രായമായിട്ടുള്ള പിതാവിനെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് തനിക്ക് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ളൊരാവശ്യമാണ് ഇയാൾ കോടതിക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്നിട്ടുള്ള വാദങ്ങളിലൊക്കെ തന്നെ ആ നിലയ്ക്കുള്ള ഒരു ആവശ്യമാണ് കോടതിയുടെ മുന്നിലേക്ക് സനു മോഹൻ വെച്ചിരിക്കുന്നത്. പക്ഷേ അത് കോടതി എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ കേസിൽ വിധി വരാനിരിക്കുകയാണ്. കുറ്റക്കാരനാണ് സനു മോഹൻ, പിതാവായിട്ടുള്ള സനു മോഹൻ കുറ്റക്കാരനാണ് എന്ന നിലയ്ക്കുള്ള ആ വിധി എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇനിയിപ്പോൾ ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ശിക്ഷ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. വധശിക്ഷ നൽകണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിരിക്കുന്നതും. അതിന് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കേസുകൾ അഡ്വക്കേറ്റ് പി എം ആതിരയുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് പി എം ആതിര, വളരെ ഞെട്ടലോടുകൂടി തന്നെ കണ്ട ഒരു സംഭവമാണ് 2021 മാർച്ച് 21 ഈ സംഭവം ഉണ്ടാകുമ്പോൾ. അതിനുശേഷം ഇപ്പോൾ കോടതിയുടെ വിധി എന്തായാലും കോടതി ഇയാൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിതാവാണ് ഇത്തരത്തിൽ കുറ്റക്കാരനായി മകളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും ഈ കേസിനെ വളരെ വ്യത്യസ്തമായി തന്നെയും ഒപ്പം തന്നെ എല്ലാവർക്കും ഒരു വേദനയും ഒരു ആശ്ചര്യവും ഒക്കെ ഉണ്ടാക്കുന്നതും അത് തന്നെയാണ്. ഇനിയിപ്പോൾ വിധി പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതികരണം? പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും നന്നായി അന്വേഷണം നടത്തുകയും നന്നായി തന്നെ കോടതി മുറിയിൽ കേസ് നടത്തുകയും ചെയ്തുകൊണ്ടാണല്ലോ ഈ രീതിയിലൊരു വളരെ നിർണായകമായ ഒരു കേസിനകത്ത് ഇത്തരം ഒരു വിധിയിലേക്ക് ഫൗണ്ട് ഗിൽറ്റി എന്ന് ഇപ്പോൾ കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പറഞ്ഞ പോലെ 12 വയസ്സ് പോലും തികയുന്നതിന് മുമ്പുള്ളൊരു കുട്ടിക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് സർക്കിൾ ഏറ്റവും അടുപ്പുള്ള ഒരാളിൽ നിന്നാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള അനുഭവം ഉണ്ടായതും മരണപ്പെട്ടതും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അത്തരം കേസുകൾക്ക് അകത്ത് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാവിധി തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇങ്ങനെ ലോകം അറിയില്ല എന്ന് കരുതി നടക്കുന്ന പല ക്രൈമുകൾ, പുറം ലോകം കാണാത്തത് ഉൾപ്പെടെയുള്ള ക്രൈമുകളുണ്ട്. അപ്പൊ അത്തരം ക്രൈമുകൾക്കകത്ത് ഇനി എത്ര പ്ലാൻഡ് ആയിട്ടാണ് ആ ക്രൈം നടത്തിക്കഴിഞ്ഞാലും അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നുള്ള രീതിയിൽ കേരള പോലീസും സംവിധാനങ്ങളും അതിശക്തമായ രീതിയിൽ അന്വേഷണം നടത്തുമെന്നും കോടതി മുറിക്കകത്ത് വരുന്ന സമയത്ത് ശക്തമായ പ്രോസിക്യൂഷൻ തന്നെ ഉണ്ടാകുമെന്നും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും കൂടി മാതൃകയാകുന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായും ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പിതാവ് സനു മോഹന് ജീവപര്യന്തം എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെ, റെയറസ്റ്റ് ഓഫ് റെയർ കേസുകൾക്കകത്ത് മാത്രമാണ് ഇന്ത്യയിലെ നിയമപ്രകാരം ഡെത്ത് പണിഷ്മെന്റിലേക്കൊക്കെ പോകുന്നത്. ഡെത്ത് പണിഷ്മെന്റ് ആണോ, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നതാണോ കൂടുതൽ കൂടിയ ശിക്ഷാവിധി എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ഞങ്ങളൊക്കെ തർക്കിക്കുന്ന ഒരു വിഷയമാണ്. ജീവപര്യന്തം എന്നുള്ളതുകൊണ്ട് ഒരു ശിക്ഷാവിധി കുറഞ്ഞു പോയി എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ലൈഫ് ലോങ് ചെയ്ത കുറ്റകൃത്യത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ജയിലിനകത്ത് ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ശിക്ഷാവിധി തന്നെയാണ്. തീർച്ചയായും അതിൽ നിരാശയൊന്നുമില്ല. അങ്ങനെ ഒരു ശിക്ഷാവിധി അഭിമുഖീകരിക്കുകയും ചെയ്ത കുറ്റത്തെക്കുറിച്ച് ഓർത്തു തന്നെ ശിഷ്ടകാലം മുഴുവനായിട്ടും ജയിലിനകത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ് ഈസ് ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് എന്നുള്ളത് ഇപ്പൊ പ്രത്യേകിച്ച് 12 വയസ്സിന് താഴെയുള്ള കുട്ടിയായതുകൊണ്ട് ആ രീതിയിലല്ലേ വിധി വരുന്നത്. തീർച്ചയായും സനു മോഹന് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു കോടതി. വളരെ നന്ദിയുണ്ട് അഡ്വക്കേറ്റ് ആതിര ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. റിട്ടയർഡ് SP സുഭാഷ് ബാബു ഉണ്ട് നമ്മോടൊപ്പം. റിട്ടയർഡ് SP സുഭാഷ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഈ ഒരു കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു, സനു മോഹന് ജീവപര്യന്തം. നിർബന്ധമായിട്ടും. കാരണം എന്താ പറഞ്ഞാൽ സ്വന്തം കുട്ടിയെ അദ്ദേഹം ഇതേ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തു. അത് ഒരു
യാതൊന്നും അറിയാതെ ആ കുട്ടി ഇയാൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ദിവസം പോലും അയാൾ പൂർണ്ണമായി ആ കുട്ടിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട എല്ലാം കൊടുത്ത് അങ്ങനെ അത് എന്താ പറഞ്ഞത് ഒരു നിഷ്ഠൂരമായ കൊലപാതകം, സ്വന്തം മകളെ നിഷ്ഠൂരമായിട്ട് ഇങ്ങനെ കൊലപാതകം നടത്തിയൊരു വ്യക്തിയെ നിർബന്ധമായിട്ടും ഇതേ രീതിയാണ്. അദ്ദേഹത്തെ തൂക്കിലൊന്നും ഇടാൻ പാടില്ല. കാരണം എന്താ പറയുക, അദ്ദേഹം ശിഷ്ടകാലം മുഴുവൻ ഇതേമാതിരി ഇതിനെപ്പറ്റി ആലോചിച്ച് പശ്ചാത്തപിച്ച് അങ്ങനെ നീറി ആ ജയിലിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതുപോലെ തന്നെ ഇനി അതിനകത്ത് ഇങ്ങനെയുള്ള കേസുകൾ ചെയ്യാൻ ആർക്കും ഉദ്ദേശമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു താക്കീത് എന്നുള്ള രീതിയിൽ ഇതേമാതിരിയുള്ള നീറുന്ന ജീവിതം, നരക ജീവിതം എൻ്റെ മുമ്പിലുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ ഉതകുന്നതായിട്ട് ഒരു ജഡ്ജ്മെന്റ്, ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള നിഷ്ഠൂരമായ അല്ലെങ്കിൽ പിന്നെ പുത്രി വാത്സല്യം പോലും ഇല്ലാതെ ജീവിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട്. അപ്പം ഇന്ന് തന്നെ ഇപ്പം ഒരു ചെറിയ കുട്ടിയെ വളർത്താൻ വയ്യാന്നും പറഞ്ഞ് കിണറ്റിലിട്ട് കൊന്നു എന്നൊക്കെ നമ്മളിപ്പോ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രക്ഷിതാക്കളുള്ള ഈ നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് ഇതേമാതിരിയുള്ള വിധി അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു താക്കീതായിരിക്കും. അതുപോലെ തന്നെ ഒരു ഭയം അവരുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ആ സമയത്ത് അവർക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്തിരിയാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അത് ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലൊരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് വളരെ ശ്ലാഘനീയമായിട്ടാണ് എൻ്റെ അഭിപ്രായം.